ഫാമിലി ജോണറിൽ എടുത്തേക്കുന്നുള്ളേ ഉള്ളൂ. അമ്മയുടെ പാസം, മദർ പാസം എന്നുള്ളതാണ്. പക്ഷെ അത് ലോജിക്കലി വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല, ആവറേജ് ആണ്. ഒരു ഫാൻസിനുള്ള ట్రీట్ ఉంది, പക്ഷെ స్క్రిప్ట్ ఒന്നും అത്ര పోరా. కొలతిല്ല. మూవీ మంచి ఎంటర్టైనింగ్గా ఉంది, బాగుంది. మేము విజయవాడలో ఉంటాము, ఇక్కడ రిలీజ్ అయింది. ఫస్ట్ చూద్దామని చెప్పి మార్నింగ్ 6:30 షోకి. బాగుందన్న మూవీ. బాగుంది, వన్ టైం చూడొచ్చు. മുണ്ടൂർക്കാരെ മൂവി ഇതൊരു ഓൾ ഇൻ ഓൾ മഹേഷ് ബാബു ഷോ ആണ്. ഞാൻ ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ മനസ്സിനെ ട്വീക്ക് ചെയ്ത് വെച്ചു. കാരണം ഇതൊരു സംക്രാന്തി ഫെസ്റ്റിവൽ ടൈമാണ്. എൻ്റർടൈൻഡ് ആവാനാണ് ആൾക്കാർ ഈ പർട്ടിക്കുലർ സിനിമ കാണാൻ വരുന്നത്. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫുള്ളി എൻ്റർടൈൻ ചെയ്യിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സിനിമയ്ക്ക് ഒരു കഥയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും സിനിമ ഒരു സീരിയസ് മോഡിലല്ല പോകുന്നത്, കുറേ ഒരു സ്പൂഫ് ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കോമിക് എലിമെൻറ്റ് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും. നമ്മൾ ഭയങ്കര സീരിയസ് ആണ് മറ്റേത് അങ്ങനെ ചെയ്യുന്നില്ല. ആ ഒരു രീതിയിൽ ആ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ തീർച്ചയായിട്ടും ആക്ച്വലി എൻ്റർടൈൻ ചെയ്യുക. പിന്നെ മഹേഷ് ബാബുവിൻ്റെ ഒരു സ്ഥിരം ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. പുള്ളിയുടെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, പുള്ളി ഇങ്ങനെ ഒരു പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗ്. പിന്നെ രജനീകാന്ത് കുറേ സിനിമകളിൽ ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഒരു ചെയ്യുന്നില്ല. രജനീകാന്തിൻ്റെ കുറച്ചൊരു ഗിമ്മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ പുള്ളി ത്രൂ ഔട്ട് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരു എൻ്റർടൈൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ കാണുക, എൻ്റർടൈൻ ചെയ്യുക. അത് ഇതിനകത്ത് മറ്റേ ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അല്ലെങ്കിൽ ഭയങ്കര ഒരു കഥയിൽ ഒരു ലൂപ്പ് ഹോൾസ് ഫ്ലോസ് ഒന്നും നോക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വരിക, എൻ്റർടൈൻ ചെയ്യുക, പോവുക. ആ ഒരു ഇതാണ്. പിന്നെ ജയറാമിനെ എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ രാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇവിടെ വന്ന് കണ്ടു. ഈ സിനിമയിൽ അദ്ദേഹം പ്രധാനപ്പെട്ട റോള് ചെയ്യുന്നുണ്ട്. എത്രത്തോളം പ്രധാനമാണ്, എത്രത്തോളം സ്ക്രീൻ സ്പേസ് അദ്ദേഹത്തിന് കിട്ടി എന്നല്ല വിഷയം. അദ്ദേഹത്തിന് കിട്ടിയ ആ അത്രയും ഭാഗം അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹത്തിനെ കൂടെ ഇങ്ങനെ ഒരു രീതിയിൽ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അലവൈകുണ്ഠപുരത്തിൻ്റെ ആ ഒരു ടെംപ്ലേറ്റ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഫാമിലി എൻ്റർടൈനർ, പ്രത്യേകിച്ച് നല്ല കോമഡി സീക്വൻസ് എല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ള സോങ്സ് ആണ്. എസ്പെഷ്യലി ഒരു ഡാൻസ് സീക്വൻസ് ഉണ്ട്, ഷംന ചേച്ചി, ഷംന കാസിമും മഹേഷ് ബാബുവായിട്ടുള്ള, വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ചേച്ചി ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് മൂവിയാണ്. അത് മഹേഷ് ബാബുവിൻ്റെ കൂടെ വളരെ നന്നായിട്ട് ആ ഡാൻസ് സീക്വൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ അതിൻ്റെ കോമഡി ആയാലും മൂവിയിൽ മൊത്തത്തിൽ ഫാമിലി എലിമെൻ്റ് ആണ് കൂടുതലും. മാസ് സീക്വൻസ് കുറഞ്ഞിട്ട് കൂടുതലും ഫാമിലി ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. గుంటూరుకారం మూవీ నైస్ షో. గుంటూరుకారం ఫస్ట్ హాఫ్ లాగ్ అండి, ఓవరాల్ మూవీ గుడ్. ఫ్యామిలీ మూవీ మంచి ఎంటర్టైనింగ్గా ఉంది, బాగుంది. మేము విజయవాడలో ఉంటాము, ఇక్కడ రిలీజ్ అయింది. ఫస్ట్ చూద్దామని చెప్పి మార్నింగ్ 6:30 షోకి. బాగుందన్న మూవీ. బాగుంది, వన్ టైం చూడొచ్చు. ഗുണ്ടൂർക്കാർ ഒരു ആവറേജ് മൂവിയാണ്, വേണമെങ്കിൽ ഒരു ബിലോ ആവറേജ് എന്നൊക്കെ പറയാം. MB ഫാൻസിന്, മഹേഷ് ബാബു ഫാൻസിനുള്ള കുറച്ച് ട്രീറ്റ് ഉണ്ട്, പക്ഷേ സ്ക്രിപ്റ്റ് ഒക്കെ ഭയങ്കര വീക്കാണ്. നമ്മുടെ മലയാള സിനിമ രാജമാണിക്കായിട്ട് ചെറിയ സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. മഹേഷ് ബാബുവിൻ്റെ അമ്മ കഥാപാത്രമൊക്കെ മോനെ ഉപേക്ഷിച്ച് പോകുന്നു, വേറെ കല്യാണം കഴിക്കുന്നു. മഹേഷ് ബാബുവിന് ഇടത് കണ്ണിന് കാഴ്ചയില്ല, അങ്ങനെയൊക്കെയുള്ള ചെറിയ സാധനമുണ്ട്. പക്ഷേ ഞാൻ പറയാമല്ലോ, ഒരു വൈഡ് അക്സെപ്റ്റൻസ് നോക്കുമ്പോൾ സിനിമ ഡൗൺ ആണ്. മഹേഷ് ബാബുവിന് വേണ്ടി ഒന്ന് കാണാം, അദ്ദേഹത്തിന് കുറച്ച് സാഗും മാസ് സ്ക്രീൻ പ്രസൻസ്. പക്ഷേ വേറെ ആരും ഒരു ഇമ്പാക്റ്റ് ഇല്ല. പ്രകാശ് രാജ്, ജയറാം, രമ്യ കൃഷ്ണൻ, കാസ്റ്റിംഗ് ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. ശ്രീലീല, ആരും ഇമ്പാക്റ്റ് ഇല്ല. പിന്നെ ഒരു മാസ് സോങ് ഒക്കെ ഉണ്ട്, ഡാൻസ് സ്റ്റെപ്പ്, അതൊക്കെ തിയേറ്ററിൽ തെലുങ്കാനയിൽ കുറച്ച് രസമായിരിക്കും. പിന്നെ ഇന്നും കാണാൻ കുറച്ച് തെലുങ്ക് പീപ്പിൾസ് ഉണ്ട്, അതുകൊണ്ട് അവരെ കുറേ വിസിൽസും കയ്യടി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അല്ലാതെ പടം ഒരു ആവറേജ് ഒക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വൈകുണ്ഠപുരം എടുത്ത് തിരിച്ചിട്ടെന്ന് പറയാം. പിന്നെ അതിനിടയ്ക്ക് ഇവിടെ രാജമാണിക്കത്തിന് ട്രേസസ് ഉണ്ടായിരുന്നു പടത്തിൻ്റെ അകത്ത്. വലിയ തൃപ്തിയൊന്നും തോന്നുന്നില്ല. കാരണം മഹേഷ് ബാബുവിനെ എനിക്ക് പുള്ളിക്കാരൻ്റെ പടങ്ങളൊന്നും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം പുള്ളിക്കാരൻ്റെ ഇമോഷണലി മറ്റേ ഒന്നും വർക്കൗട്ട് ആവില്ല അങ്ങോട്ട് പുള്ളിക്കാരൻ്റെ ഫേസിൽ. ടോട്ടലി വീക്കായിട്ടാണ് എനിക്ക് തോന്നിയ പടം. ത്രിവിക്രമിൻ്റെ ഏറ്റവും ബോറായിട്ടുള്ള വർക്കാണത് സത്യം പറഞ്ഞാൽ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സാധനം വരുന്നില്ല. വന്നാലേ നമുക്കൊരു പടം കാണാൻ വേണ്ടി ഒരു ആവശ്യം തോന്നുള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, വൈകുണ്ഠപുരം എടുത്ത് തിരിച്ചിട്ടു, അത്രയേ ഉള്ളൂ. അല്ലെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പടത്തിൻ്റെ അകത്ത്. പക്ഷേ ഫ്ലോപ്പ് എന്ന് പറയാം. തെലുങ്കിൽ ഇപ്പം ഈ വർഷത്തെ ആദ്യത്തെ പടമാണ്. വലിയ ഇതൊന്നും പ്രതീക്ഷ എനിക്കില്ല. കയ്യിൽ നിന്ന് പോയത് പടം.